ഹലോ വെൽക്കം ടു ലേൺ വിത്ത് മീ MMS. ഇന്ന് നമ്മൾ കേട്ടിട്ട് LP UP എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്പിംഗ് ആയിട്ടുള്ള സൈക്കോളജിയുടെ ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൈക്കോളജിയുടെ തന്നെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ, അതായത് സൈക്കോളജിയുടെ ആരംഭം മുതലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വയ്ക്കുന്നത്. നമ്മുടെ തുടർ വീഡിയോസിലെല്ലാം തന്നെ സൈക്കോളജിയുടെ കൂടുതൽ വിശദമായ വളരെ ആഴത്തിലുള്ള ക്ലാസ്സുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അതിന് മുന്നേ LP UP എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇംഗ്ലീഷ് ടേംസിൻ്റെ കൂടെ തന്നെ മലയാളം ടേംസും കൂടെ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. സൈക്കോളജി എന്ന പദം സൈക്കെ, ലോഗസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് രൂപപ്പെട്ടത്. സൈക്കെ എന്നാൽ ആത്മാവ് എന്നർത്ഥം, ലോഗോസ് എന്നാൽ ശാസ്ത്രം എന്നർത്ഥം. അപ്പോൾ ഈ രണ്ട് പദങ്ങൾ സൈക്കെ, ലോഗസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് സൈക്കോളജി രൂപപ്പെട്ടത് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സൈക്കോളജിയുടെ ആദ്യ കാലഘട്ടത്തിൽ, അതായത് സൈക്കോളജി എന്ന ഒരു ശാസ്ത്രം ഉണ്ടായ കാലഘട്ടത്തിലുള്ള നിർവചനങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സൈക്കോളജിയുടെ ആദ്യ കാലഘട്ടത്തിൽ സൈക്കോളജിയെ ആത്മാവിൻ്റെ ശാസ്ത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്തിൻ്റെ ശാസ്ത്രം? ആത്മാവിൻ്റെ ശാസ്ത്രം. അപ്പോൾ ഈ ഒരു ആശയം, ഈ ഒരു നിർവചനം നൽകിയ രണ്ട് വക്താക്കളാണ് അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ. അപ്പോൾ പ്രത്യേകം ഓർക്കുക, അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ ഇവരുടെ നിർവചനം അനുസരിച്ച് സൈക്കോളജി എന്താണ്? ആത്മാവിൻ്റെ ശാസ്ത്രമാണ്. എന്നാൽ പിന്നീട് മറ്റൊരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഇത് തെറ്റാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, അതായത് ആരാണ് ആളെന്ന് വെച്ചാൽ കാന്റ് പറഞ്ഞത് മനസ്സിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്നാണ്. ആത്മാവിൻ്റെ ശാസ്ത്രമല്ല, മനസ്സിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്ന് പറഞ്ഞു. എന്നാൽ ഇതും തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത ആൾ വരുന്നത്. അവരാരാണെന്ന് വെച്ചാൽ വില്യം വൂണ്ട്, വില്യം വൂണ്ടും വില്യം ജെയിംസ് എന്നീ രണ്ട് വക്താക്കളാണ് ഈ ആശയത്തെ, അതായത് മനസ്സിൻ്റെ ശാസ്ത്രമാണെന്ന് കാന്റിൻ്റെ ആശയത്തെ എതിർത്തുകൊണ്ട് വരുന്നത്. അവർ പറയുന്നത് ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്നാണ്. അപ്പോൾ ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്ന് പറഞ്ഞ രണ്ട് വക്താക്കളാണ് വില്യം ജെയിംസും വില്യം വൂണ്ടും. എന്നാൽ ഈ വാദവും അല്ലെങ്കിൽ ഈ നിർവചനവും തെറ്റാണ് എന്നുള്ള രീതിയിലാണ് അടുത്ത ആൾ വരുന്നത്. അടുത്ത ആൾ JB വാട്സൺ ആണ്. JB വാട്സൺ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്ന് ആണ് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്ത് വെക്കുക. വ്യവഹാരത്തിൻ്റെ ശാസ്ത്രം എന്ന് സൈക്കോളജി നിർവചിച്ചത് JB വാട്സൺ ആണ്. വ്യവഹാരവാദത്തിൻ്റെയൊക്കെ ഉപജ്ഞാതാവാണ് JB വാട്സൺ. ഇതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. അപ്പം ഇതാണ് 4 നിർവചനങ്ങൾ. അപ്പോൾ അത് പ്രത്യേകം ഓർത്ത് വെക്കാം. ഇനി അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ഓർത്ത് വയ്ക്കുക. അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ പറഞ്ഞതാണ് ആത്മാവിൻ്റെ ശാസ്ത്രം. രണ്ടാമത് കാന്റ് പറഞ്ഞു മനസ്സിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി. മൂന്നാമത് വില്യം വൂണ്ടും വില്യം ജെയിംസും പറഞ്ഞു ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രമാണ്. നാലാമത് വ്യവഹാരത്തിൻ്റെ ശാസ്ത്രം, അത് പറഞ്ഞത് JB വാട്സൺ ആണ്. ഇവർ ഒക്കെ പറഞ്ഞത് വെച്ച് ഒരാൾ, അതായത് RS വുഡ്സ്വർത്ത്, അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വെച്ച് വളരെ തമാശ രൂപേണ ഈ കാര്യങ്ങളെല്ലാം കളിയാക്കിക്കൊണ്ട് ഉള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്: സൈക്കോളജിക്ക് ആദ്യം അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു, പിന്നീട് മനസ്സ് നഷ്ടപ്പെട്ടു, പിന്നീട് ബോധവും നഷ്ടപ്പെട്ടു. ഇപ്പോൾ അതിന് ഏതോ ഒരു തരത്തിലുള്ള ഒരു വ്യവഹാരം മാത്രം ഉണ്ട് എന്ന് പറഞ്ഞ വ്യക്തി അത് RS വുഡ്സ്വർത്ത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അതായത് ഈ നിർവചനങ്ങളും അതിൻ്റെ വക്താക്കളും. ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ ആണ്. മനസ്സിൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞത് കാന്റ് ആണ്. വില്യം വൂണ്ട്, വില്യം ജെയിംസ് എന്നിവർ പറഞ്ഞതാണ് ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി. അതേപോലെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്ന് പറഞ്ഞത് JB വാട്സൺ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ RS വുഡ്സ്വർത്ത് പറഞ്ഞ സംഭവങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ സൈക്കോളജിക്ക് ആദ്യം അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു, പിന്നീട് മനസ്സ് നഷ്ടപ്പെട്ടു, പിന്നീട് ബോധം നഷ്ടപ്പെട്ടു, ഇപ്പോഴും അതിനേതോ ഒരു വ്യവഹാരമുണ്ട് എന്നുള്ള രീതിയിൽ ഉള്ള ആ ഒരു അഭിപ്രായം കൂടി ഓർത്ത് വയ്ക്കാം. ഇനി സൈക്കോളജിയെ തന്നെ നമുക്ക് 2 വിഭാഗമാക്കി തരംതിരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം.
സൈക്കോളജി അഥവാ മനഃശാസ്ത്രത്തെ ടു ടൈപ്സ് ആക്കിയിട്ടുണ്ട്. കേവല മനഃശാസ്ത്രം, പ്രയുക്ത മനഃശാസ്ത്രം എന്നിങ്ങനെ. കേവല മനഃശാസ്ത്രം എന്നാൽ പ്യുവർ സൈക്കോളജി, പ്രയുക്ത മനഃശാസ്ത്രം എന്നാൽ അപ്ലൈഡ് സൈക്കോളജി. ഇതിൽ തന്നെ ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട്. അതായത് കേവല മനഃശാസ്ത്രത്തിൽ തന്നെ ഒരു 6 വിഭാഗം മനഃശാസ്ത്രങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. കേവല മനഃശാസ്ത്രത്തിൽ ആദ്യത്തേതാണ് സാമാന്യ മനഃശാസ്ത്രം, അതായത് ജനറൽ സൈക്കോളജി. രണ്ടാമത്തേതാണ് അപസാമാന്യ മനഃശാസ്ത്രം. അസാമാന്യ അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അപസാമാന്യ മനഃശാസ്ത്രം, അതായത് അബ്നോർമൽ സൈക്കോളജി. മൂന്നാമത്തേത് സാമൂഹിക മനഃശാസ്ത്രം അഥവാ സോഷ്യൽ സൈക്കോളജി. നാലാമത്തേത് നാഡീ മനഃശാസ്ത്രം, ന്യൂറോ സൈക്കോളജി. പാരമ്പര്യ മനഃശാസ്ത്രം, അതായത് ജനറ്റിക്കൽ സൈക്കോളജി. ആറാമത്തേത് ശിശു മനഃശാസ്ത്രം, ചൈൽഡ് സൈക്കോളജി. ഇതിനെക്കുറിച്ചിട്ടൊക്കെ പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ പേരുകൾ പഠിക്കുക. അതുപോലെ ഏതിലാണ് ഉൾപ്പെടുന്നത്, അതായത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കേവല മനഃശാസ്ത്രത്തിലാണ് ഉൾപ്പെടുന്നത്. ഇനി അപ്ലൈഡ് സൈക്കോളജിയിൽ അല്ലെങ്കിൽ പ്രയുക്ത മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ നോക്കാം. അത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, സൈനിക മനഃശാസ്ത്രം, ചികിത്സാ മനഃശാസ്ത്രം, വ്യാവസായിക മനഃശാസ്ത്രം. ഈ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അത് മറ്റൊരു മേഖലയിലേക്ക് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രയോഗിക്കുന്ന കാര്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്നത് 4 വിദ്യാഭ്യാസ മനഃശാസ്ത്രം, സൈനിക മനഃശാസ്ത്രം, ചികിത്സാ മനഃശാസ്ത്രം, വ്യാവസായിക മനഃശാസ്ത്രം. അതിൻ്റെ ഇംഗ്ലീഷ് നെയിമും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൈക്കോളജിയിൽ ഉള്ളത്, സൈക്കോളജിയുടെ വിഭാഗത്തിൽ ഉള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ച് പഠിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പഠിച്ചത് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. സൈക്കെ, ലോഗസ് എന്നീ 2 പദത്തിൽ നിന്നാണ് സൈക്കോളജി ഉണ്ടായത്. അത് ഗ്രീക്ക് പദമാണ്. സൈക്കെ എന്ന് പറഞ്ഞാൽ ആത്മാവ്, ലോഗോസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം. പിന്നെ ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ. മനസ്സിൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞത് കാൻറ്റ്. ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞത് വില്യം ജെയിംസ്, വില്യം മൂണ്ട്. വ്യവഹാരത്തിൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞത് ജെബി വാട്സൺ ആണ്. പിന്നെ സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിലെ 2 വിഭാഗമാക്കി, കേവല മനഃശാസ്ത്രം, പ്രയുക്ത മനഃശാസ്ത്രം. പിന്നെ അതിലുള്ള ഉപവിഭാഗങ്ങളും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. അതേതൊക്കെയാണ്? കേവല മനഃശാസ്ത്രത്തിൽ ഉൾപ്പെട്ടതാണ് സാമാന്യ മനഃശാസ്ത്രം, അപസാമാന്യ മനഃശാസ്ത്രം, സാമൂഹിക മനഃശാസ്ത്രം, നാഡീ മനഃശാസ്ത്രം, പാരമ്പര്യ മനഃശാസ്ത്രം, ശിശു മനഃശാസ്ത്രം. മറ്റേതിൽ ഉൾപ്പെട്ടതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, സൈനിക മനഃശാസ്ത്രം, ചികിത്സാ മനഃശാസ്ത്രം, വ്യാവസായിക മനഃശാസ്ത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇതെല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക, നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.